അറിവിലും വായനയിലും നമ്മൾ മലയാളികൾ എന്നും മുൻപന്തിയിലാണ്. എന്നാൽ ചിന്തിച്ചിട്ടുണ്ടോ, നാളെ ലോകം ഭരിക്കാൻ പോകുന്ന AI സാങ്കേതിക വിദ്യ നമ്മളിൽ എത്ര പേർക്ക് ശരിക്കും വശമുണ്ട്? കണക്കുകളൊന്ന് പരിശോധിച്ചാൽ നമ്മളിൽ 70% മുതൽ 80% വരെ ആളുകൾ ChatGPT, ജെമിനി പോലുള്ളവ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. എന്നാൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് വെറും 15% മുതൽ 20% വരെ പേർ മാത്രമാണ്. അഡ്വാൻസ് ലെവലിൽ ഉപയോഗിക്കുന്നവരോ വെറും 1% മുതൽ 3% വരെ മാത്രം. ബാക്കി 97% ആളുകൾ ഇതിന്റെ യഥാർത്ഥ സാധ്യതകൾ ഉപയോഗപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ AI വന്നതാണ്, എങ്കിലും ഇത് അടുത്തിടെയാണ് ഇത്ര പോപ്പുലർ ആയത്. കൂടാതെ നമ്മൾ പഠിച്ച പാഠ്യപദ്ധതിയിൽ ഇതൊന്നും ഇല്ലാതിരുന്നത് ഇതിലെ മറ്റൊരു പ്രധാന കാരണമാണ്. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരുടെ ഭാഷയിൽ ലളിതമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പറഞ്ഞു തരാൻ കൃത്യമായൊരു സംവിധാനം ഇല്ലാതിരുന്നു എന്നത് അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. അടിത്തറയില്ലാതെ വീട് പണിയുന്നത് പോലെ AI അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നേരെ വലിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പലർക്കും ഇത് വഴങ്ങാതെ പോകുന്നത്. വലിയ വാക്കുകൾ അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഉദാഹരണങ്ങളിലൂടെ AI വിദ്യയും അതിന്റെ ഉപയോഗവും അതിലുമുപരിയായി നമ്മുടെ വിലപ്പെട്ട സമയവും പണവും ലാഭിച്ച് ജീവിതം കൂടുതൽ സ്മാർട്ടാക്കാനുള്ള വഴികളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അജ്ഞതയിൽ നിന്നും അറിവിലേക്ക്, ഫ്രം ഇഗ്നോറൻസ് ടു നോളജ്. കാലം മാറുകയാണ്, കൂടെ നാമും മാറണം. ഇനി AI നിങ്ങളുടെ വിരൽ തുമ്പിൽ, നമ്മുടെ സ്വന്തം മലയാളത്തിൽ. ഇത് ഒരു ആമുഖം മാത്രമാണ്. നമ്മുടെ പ്രധാന വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക. ബിൽഡ് ദ ഫ്യൂച്ചർ ടുഗദർ.